മറ്റുള്ളവർക്ക് പണം വരുന്നു, നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് വരുന്നില്ല? നിങ്ങളുടെ കൂടെ പഠിച്ച ഒരാള് ഇന്ന് വലിയ ബിസിനസ് ചെയ്യുന്നു, കോടികൾ സമ്പാദിക്കുന്നു. നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത ഒരാള് ഇന്ന് വലിയ വീട് വാങ്ങി വളരെ ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കുന്നു. നിങ്ങളെക്കാൾ കുറച്ച് കഴിവുള്ളവരെന്ന് നിങ്ങൾ കരുതിയ ഒരാള് ഇന്ന് നിങ്ങളെക്കാൾ കൂടുതൽ പണം സമ്പാദിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ, അവർക്ക് പൈസ വരുന്നു, എനിക്ക് മാത്രം എന്തുകൊണ്ട് വരുന്നില്ല? നിങ്ങൾ ചിലപ്പോൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, നിങ്ങൾക്കും ഒത്തിരി പണം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് സാമ്പത്തിക ജീവിതത്തിൽ മാറ്റമില്ലാത്തത് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പണം ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം പണം വരില്ല. നിങ്ങളുടെ കഴിവിനും മൂല്യത്തിനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കഴിവിനും അനുസരിച്ചാണ് വരുമാനത്തിന്റെ വാതിലുകൾ തുറക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പണം വരാത്തതിന്റെ 5 യഥാർത്ഥ കാരണങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു പുതിയ മനോഹരമായ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. എല്ലാ ദിവസവും ഇന്ത്യൻ ടൈം രാവിലെ 5:30-ക്കാണ് അടിശ്രമ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും രാവിലെ ഒരു ചൂട് ചായയും അല്ലെങ്കിൽ ഒരു കോഫിയൊക്കെ ആയിട്ടിരുന്ന് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേട്ട് അതിൽ പറയുന്നത് ഓരോന്നും പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് കമന്റ് സെക്ഷൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ബ്ലസ് ചെയ്യാണ് കേട്ടോ. മക്കളെ, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പണം വരുന്നു, നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് വരുന്നില്ല? ചിലർ ചിന്തിക്കുന്നത് എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ്. ശരിക്കും നിങ്ങൾ ഭാഗ്യമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടല്ല. ചിലര് അവരുടെ ലൈഫിനെ മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് കമ്പാരിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്റെ സാമ്പത്തിക ജീവിതത്തിൽ എനിക്ക് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. നമുക്ക് കേണൽ ഹാർട്ട്ലാൻഡ് സാൻഡേഴ്സിന്റെ കഥ നോക്കാം. ഓൾറെഡി ഈ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥയാണ്. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന KFC എന്ന ബ്രാൻഡിന് പിന്നിലെ കേണൽ ഹാർട്ട്ലാൻഡ് സാൻഡേഴ്സ് വളരെ വൈകിട്ടാണ് അദ്ദേഹം വിജയം നേടുന്നത്. അദ്ദേഹത്തിന്റെ 60+ ഏജിലാണ് അദ്ദേഹം വിജയം നേടുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പല ജോലികളും ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചു നിന്നു, തന്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വാല്യൂ നൽകുക. അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ റെസിപ്പി അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അത് ഒരു വലിയ ബ്രാൻഡായി മാറിയത് ഒറ്റ ദിവസം കൊണ്ടല്ല, ഒരു രാത്രി കൊണ്ടല്ല. അദ്ദേഹം പല റെസ്റ്റോറന്റ് ഓണേഴ്സിനെ സമീപിച്ചു, പലരും നിരസിച്ചു. പക്ഷെ അദ്ദേഹം വീണ്ടും വീണ്ടും ശ്രമിച്ചു. ഒടുവിൽ അദ്ദേഹത്തിന്റെ റെസിപ്പിയും അതുപോലെ അദ്ദേഹത്തിന്റെ ബിസിനസ് മോഡലും വളർന്നു എന്നുള്ളതാണ്. ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി അത് മാറണം. അപ്പൊ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ് എന്ന് ചോദിച്ചാൽ, എനിക്ക് പണം വേണം എന്നതിൽ നിന്ന് മറ്റുള്ളവർക്ക് ഞാൻ എന്ത് വാല്യൂ നൽകും എന്ന ചോദ്യത്തിലേക്ക് മാറണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പൈസ ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ 5 റീസൺസ് പറഞ്ഞുതരാം, 5 സീക്രട്സ് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പണത്തെ മാത്രം നോക്കുന്നു, വാല്യൂ നോക്കുന്നില്ല. അതായത് പലരും ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ 1 ലക്ഷം രൂപ സമ്പാദിക്കാം എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളോട് ചോദിക്കേണ്ടത്, 1 ലക്ഷം രൂപ നൽകാൻ ആളുകൾ തയ്യാറാകുന്ന എന്ത് വാല്യൂ ആണ് എനിക്ക് നൽകാൻ കഴിയുന്നത്? നിങ്ങളൊന്ന് മാറി ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ, ഒരു സ്കിൽഡ് ഡിസൈനർ, ഒരു നല്ല ടീച്ചർ, എല്ലാവരും ചെയ്യുന്ന എന്താ? അവരൊരു പ്രശ്നം പരിഹരിക്കുന്നു. ഡോക്ടറെ നോക്കിക്കഴിഞ്ഞാൽ തന്റെ മുന്നിൽ വരുന്ന പേഷ്യൻസ് അവരനുഭവിക്കുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എന്താണ്, അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുകയാണ്, അവരെ ഹീൽ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഓൺട്രപ്രണർ എന്താ ചെയ്യുന്നത്? ഒരു സംരംഭകൻ ഒന്നുകിൽ സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റിലൂടെ ആളുകളെ അവരുടെ ഒരു പ്രശ്നം പരിഹരിക്കുക ചെയ്യുന്നത്. അതുപോലെ നല്ലൊരു ടീച്ചർ കുഞ്ഞുങ്ങളെ നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടെ എല്ലാം ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ട്.
കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമ്പോൾ നിങ്ങളുടെ എക്കണോമിക് വാല്യൂ ഉയരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ടീച്ചർമാർ ഒരു ലൈഫ് കോച്ചാണ്. ലൈഫ് കോച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ ഒരു സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു സക്സസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യാൻ മനുഷ്യർക്ക് കഴിയും എന്ന് പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും ലൈഫ് കോച്ച് ആകാൻ ആഗ്രഹം കേട്ടോ. ടീച്ചർമാർ ലൈഫ് കോച്ചസിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്ലാറ്റിനം ക്ലാസ്സിൽ ലൈഫ് കോച്ചസിനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട്. ഒരു ലൈഫ് കോച്ച് ആയി തീരാനുള്ള A to Z കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് സ്വന്തം ജീവിതാനുഭവങ്ങൾ തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഈ ലൈഫ് കോച്ചിങ് ഓൺലൈനിൽ അതിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ടീച്ചർമാർ. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം? ഇപ്പൊ ഞാന് ഇതില് ഒരുപാട് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് സക്സസ്ഫുൾ ആയി വന്നത്. അപ്പോൾ എനിക്ക് ആ സക്സസിന്റെ സീക്രട്ട് എന്താണെന്ന് അറിയാം. അത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഈസി ആയിട്ട് ലൈഫ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് സക്സസ്ഫുൾ ആകാൻ പറ്റും. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തുന്ന എത്രയോ സ്റ്റുഡൻസ് മാസം ലക്ഷങ്ങൾ ഏൺ ചെയ്ത് സക്സസ്ഫുൾ ആവുന്നുണ്ട്. നമ്മുടെ പ്ലാറ്റിനം ക്ലാസ്സില് പ്ലാറ്റിനത്തില് ജോയിൻ ചെയ്ത് അതില് ഞാനൊരു 1 crore ചലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ 1 വർഷം കൊണ്ട് 1 കോടി രൂപ സമ്പാദിക്കുക എന്നുള്ളത്. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ 9 PM ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം. അതിൽ ഒരു സ്റ്റുഡന്റ് വന്നിട്ട്, ടീച്ചർ ഞാൻ ആ ഒരു 1 crore അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ആ സക്സസ് സ്റ്റോറി നിങ്ങളുമായിട്ട് ഞാൻ ഉടനെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുപോലെ സ്റ്റുഡൻസ് അവരിപ്പോ അടച്ചതിന്റെ ഒരു 100 ഇരട്ടി തന്നെ അവരിപ്പോ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഒരു ജീവിതകാലം മുഴുവൻ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു പരിധികളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്തുകൊണ്ട് അവര് ചിലപ്പോ പ്ലാറ്റിനത്തിന് അടച്ച ഫീസ് 1 ലക്ഷമോ, അല്ലെങ്കിൽ ആദ്യം ജോയിൻ ചെയ്തവർക്ക് 1 ആയിരുന്നു, പിന്നെയാണ് 1.18, പിന്നെയാണ് ഇപ്പൊ 1.5 ആയത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർ ചിലപ്പോൾ അടച്ച 1 ലക്ഷം രൂപയാണെങ്കിൽ ഇപ്പൊ 1 വർഷം കൊണ്ട് തന്നെ അതിന്റെ 100 ഇരട്ടി അവർ സമ്പാദിച്ചു കഴിഞ്ഞു. അതുപോലെ പലരും ഇതുവരെ ഒരു ബിസിനസ് പോലും ചിന്തിക്കാത്തവർ പോലും ആസ് എ ബിസിനസ് കോഴ്സ് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തു. അവര് പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. മാസം 5 ലക്ഷം ഏൺ ചെയ്യുന്നു, 10 ലക്ഷം ഏൺ ചെയ്യുന്നു. ഇപ്പൊ തന്നെ 1 crore ചലഞ്ചിൽ 65 ലക്ഷം ക്രോസ് ചെയ്തവരുണ്ട്, 35 ലക്ഷം ക്രോസ് ചെയ്തവരുണ്ട്. ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? എനിക്ക് എപ്പോഴും എന്റെ സ്റ്റുഡൻസ് തരുന്ന 1 രൂപയ്ക്ക് മിനിമം അവർക്ക് ഒരു 100 ഇരട്ടിയെങ്കിലും അതിന്റെ വാല്യൂ കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അതുപോലെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അത് അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മുടെ പ്ലാറ്റിനത്തിൽ അത്രയും സ്റ്റുഡൻസ് ദിവസം പ്രതി ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ മക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് എന്ത് വാല്യൂ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും? എങ്ങനെ പൈസ ഉണ്ടാക്കാന്നല്ല, നന്മയുടെ മാർഗത്തിലൂടെ, സത്യത്തിന്റെ മാർഗത്തിലൂടെ എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും? മറ്റുള്ളവരുടെ ലൈഫിൽ അത്രയും വാല്യൂ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കുന്നത് നിർത്തിയിരിക്കുന്നു. ലോകം മാറുകയാണ്, ടെക്നോളജി മാറുകയാണ്, ബിസിനസ് മാറുകയാണ്, കസ്റ്റമറിന്റെ ബിഹേവിയർ മാറുകയാണ്. പക്ഷെ പലരും എന്താ ചെയ്യുന്നത്? 10 വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച സ്കില്ല് മാത്രം ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതേ സ്കില്ലിൽ തന്നെ ഇപ്പോഴും തുടർന്ന് പോയി കഴിഞ്ഞാൽ വരുമാനവും അതേ നിലയിൽ തന്നെ നിൽക്കുള്ളൂ. അപ്പൊ നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക, നിരന്തരം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ഏൺ ചെയ്യുക. അപ്പൊ നമ്മുടെ സിൽവർ ക്ലാസ്സിലെ ടീച്ചർമാർ നമ്മുടെ സിൽവർ ക്ലാസ്സിനെ കംപ്ലീറ്റ്ലി പുതുക്കിയിട്ടുണ്ട്. കൂടുതൽ കൂടുതൽ റിസൾട്ട് കിട്ടത്തക്ക രീതിയിലും അത്രയും ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇമ്പ്രൂവ് ആക്കുന്നത്? കൂടുതൽ കൂടുതൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. മാറ്റങ്ങൾ, അതായത് കൺസിസ്റ്റൻസിയോടെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നിരന്തരമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. അപ്പോ ഇതാണ് സാമ്പത്തിക വളർച്ചയുടെ ഒരു ലളിതമായ സൈക്കിൾ എന്ന് പറയുന്നത്. അടുത്ത 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവസരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. പലരും പറയുന്നത്, എനിക്കൊരു നല്ല അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിജയിക്കും. പക്ഷെ വിജയികൾ ചോദിക്കുന്നത് എന്താണെന്നറിയാവോ? എനിക്ക് സ്വയം ഒരു അവസരം സൃഷ്ടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എനിക്കൊരു പുതിയ സർവീസ് തുടങ്ങാം, അല്ലെങ്കിൽ എന്റെ ഒരു സ്കില്ലിനെ എനിക്ക് മോണിറ്റൈസ് ചെയ്യാം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. അവര് അവസരം വരുന്നത് വരെ കാത്തിരിക്കാതെ അവർ സ്വയം വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്കറിയാം, എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ എന്റെ ജോലി നഷ്ടപ്പെട്ടപ്പോ ഞാൻ അതോർത്ത് ആദ്യം കരയും വിഷമിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ചിന്തിച്ചു, എനിക്ക് എങ്ങനെ എന്റെ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും. അപ്പൊ എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവരെ പോസിറ്റീവായിട്ട് അവരുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. ഞാൻ ആ കാര്യം ഭംഗിയായിട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജീവിത വിജയം നമുക്ക് അനുനിമിഷം വന്നുകൊണ്ടേയിരിക്കുന്നു. എന്റെ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 4ാമത്തെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങളുടെ വരുമാനം കൂടുമ്പോൾ ലൈഫ് സ്റ്റൈല്, അതായത് പലരും എന്താ പറയുക, വരുമാനം കൂടുമ്പോഴും ലൈഫ് സ്റ്റൈല് മാത്രം കൂടുന്നു, സാലറി കൂടുന്നുണ്ട്. അപ്പോ പലരും എന്ത് ചെയ്യും?
ഫോൺ അപ്ഗ്രേഡ് ചെയ്യും, ഇനിയിപ്പോ ഒരു ഐഫോണിലേക്ക് മാറാല്ലേ, കാർ അപ്ഗ്രേഡ് ചെയ്യും, ഷോപ്പിംഗ് കൂട്ടും, റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിന്റെ നമ്പർ ഓഫ് ടൈംസ് കൂട്ടും, എണ്ണം കൂട്ടും. അതുപോലെ അൺനെസസറി സബ്സ്ക്രിപ്ഷനിലേക്ക് പോകും, ലൈഫ് സ്റ്റൈല് ഇൻഫ്ലേഷനിലേക്ക് പോകും. അവസാനം വരുമാനം കൂടുന്നുണ്ട്, പക്ഷേ സേവിങ്സ് കൂടുന്നില്ല. അപ്പോൾ വരുമാനം കൂടുന്നത് നല്ല കാര്യം തന്നെയാണ്, പക്ഷെ അതിനനുസരിച്ച് നമ്മൾ സേവിങ്സ് ചെയ്യണം. വരുമാനം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ കൂടുതൽ നമ്മൾ ചെലവാക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സേവിങ്സിലേക്ക് പോകില്ല. അപ്പൊ കൂടുതൽ സമ്പാദിക്കുന്നതും വളരെ പ്രധാനമാണ്. പക്ഷെ സമ്പാദിക്കുന്നുണ്ട്, അതിനെ മാനേജ് ചെയ്തില്ലെങ്കിലും സമ്പാദിച്ചതിനെ നമ്മൾ മാനേജ് ചെയ്യുന്നതും അത്ര തന്നെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോ അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ വില കുറച്ച് കാണും. ഇതാണ് ഏറ്റവും അപകടകരമായ കാര്യം. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ബിസിനസ് ഒന്നും തുടങ്ങാൻ കഴിയില്ല, ഞാനൊരു ചെറിയ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്, എന്നെ മറ്റുള്ളവർ കേൾക്കാൻ തയ്യാറാവില്ല, എന്റെ കഴിവിന് ആരും പണം തരില്ല. ഈ ചിന്തകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ. നിങ്ങൾ അവനവനിൽ തന്നെ വിശ്വസിക്കുക, നിങ്ങളുടെ സെൽഫ് ബിലീഫ് കൂട്ടുക. സെൽഫ് ബിലീഫ് കൂട്ടണം, അതിനോടൊപ്പം ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാതെ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ പറ്റില്ല. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം നോക്കി അവർക്ക് ഭാഗ്യമുണ്ട് എനിക്ക് ഭാഗ്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവൻ കഴിഞ്ഞൊരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് അവര് അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ കാണുന്നത് അവരുടെ ഇപ്പോഴുള്ള ആ ഗ്ലാമറസ് ലൈഫാണ്. അവരുടെ സ്ട്രഗിള്, അവരുടെ റിജക്ഷൻ, അവരെ ഉറക്കമില്ലാത്ത കരഞ്ഞ രാത്രികൾ, അവരുടെ പരാജയങ്ങൾ, അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്ത് നിർത്തും. അവർക്ക് എത്ര പൈസ ഉണ്ടെന്ന് നോക്കുന്നതിന് പകരം നമ്മുടെ വാല്യൂസ് എന്തൊക്കെയാണ് എന്ന് നോക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് മൈ വാല്യൂ ഓഡിറ്റ്. അതായത് ഇന്നത്തെ ആക്ടിവിറ്റി വളരെ പവർഫുൾ ആണ്. നിങ്ങൾ ഒരു പേപ്പർ എടുത്ത ശേഷം അതിൽ എഴുതുക. ഒന്നാമത്തെ ചോദ്യം, എനിക്ക് നന്നായി ചെയ്യാൻ കഴിയുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1 2 3 4 5 എന്ന നമ്പർ ഇട്ട് എഴുതുക. രണ്ടാമത്തെ ചോദ്യം, ഈ കഴിവുകൾ ഉപയോഗിച്ച് ആരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് കഴിയും? അത് വ്യക്തമായിട്ട് എഴുതുക. മൂന്നാമത്തെ ചോദ്യം, അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു ചെറിയ ആക്ഷൻ എന്താണ്? ഒരു കാര്യം മാത്രം നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുക. ഇന്ന് തന്നെ അതിന് വേണ്ടുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുക. കാര്യം നിങ്ങൾ പേപ്പറിൽ എഴുതിയാൽ മാത്രം, നിങ്ങളുടെ വാല്യൂ പേപ്പറിൽ എഴുതിയാൽ മാത്രം അത് പൈസയായി മാറില്ല. വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് മൂല്യമാണ് ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ എല്ലാവരും കമന്റിൽ രേഖപ്പെടുത്തേണ്ടത് ഞാൻ ഇന്നു മുതൽ എന്റെ മൂല്യം വർദ്ധിപ്പിക്കും. എഴുതൂ മക്കളെ, ഞാൻ ഇന്നു മുതൽ എന്റെ മൂല്യം വർദ്ധിപ്പിക്കും. എല്ലാവരും കമന്റിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഇന്നു മുതൽ എന്റെ മൂല്യം വർദ്ധിപ്പിക്കും, ഞാൻ ഇന്നു മുതൽ എന്റെ മൂല്യം വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ സബ് കോൺഷ്യസ്ലി നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാവും. അപ്പോ ഇനി മുതൽ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണ്? മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺ ചെയ്യാതെ എന്റെ മൂല്യം എനിക്ക് എങ്ങനെ ഉയർത്താം എന്ന് ചിന്തിക്കാം. അപ്പോ നിങ്ങൾക്ക് പൈസ കുറവാണ് എന്ന് കരുതി, എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല, ചിലർക്ക് തോന്നും എനിക്ക് പൈസ കുറവാണ്, അങ്ങനെ പൈസ കുറവാണെന്ന് കരുതി നിങ്ങളൊരു മോശം വ്യക്തിയോ അല്ലെങ്കിൽ കുറവുള്ള മനുഷ്യനോ ആണെന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങളുടെ ഇന്നത്തെ ബാങ്ക് ബാലൻസ് വളരെ കുറവാണെങ്കിൽ അതിൽ വിഷമിക്കേണ്ട കാര്യം എന്താ? ഇത് നിങ്ങളുടെ എന്താ പറയാ ഹോൾ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ ആ പഴയ സ്കില്ലില്, പഴയ മൈൻഡ് സെറ്റില്, പഴയ ശീലങ്ങൾ, പഴയ എക്സ്ക്യൂസസും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ബാലൻസ് മാറുമെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ മാറാൻ തയ്യാറാകണം. അതിനെന്ത് ചെയ്യണം? കൂടുതൽ പഠിക്കുക. നമ്മളിപ്പോ എല്ലാ ദിവസവും രാവിലെ മോട്ടിവേഷൻ വീഡിയോസ് കിട്ടുന്നുണ്ട്, അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കി തരുന്ന ക്ലാസ്സുകൾ എടുത്ത് പഠിക്കണം. അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇത് ജസ്റ്റ് ഒരു മോട്ടിവേഷൻ മാത്രമാണ് വീഡിയോയിലൂടെ തരുന്നത്. ലൈഫ് ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ക്ലാസ്സുകളിൽ സംഭവിക്കും. നിങ്ങൾ പോലും അറിയാം, നിങ്ങളുടെ മനസ്സ് റീപ്രോഗ്രാമിംഗ് ആക്കി നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന നെഗറ്റീവ്സ് ഒക്കെ എടുത്തു കളഞ്ഞ് പോസിറ്റീവായിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയുടെ ആ ഒരു ബ്ലൂ പ്രിന്റ് നമ്മളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ സക്സസിലേക്ക് എത്തുക ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ എടുത്ത് പഠിക്കുക. അതുപോലെ ഡിസിപ്ലിൻ വളർത്തിയെടുക്കുക. നിങ്ങൾ പൈസയ്ക്ക് പിന്നാലെ ഓടാതെ പൈസ നമ്മളിലേക്ക് വരണം. അപ്പോ നമുക്ക് പണം നൽകാൻ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറണം. നമ്മൾ വാല്യൂ, എന്ത് വാല്യൂ എനിക്ക് അതിനു വേണ്ടി കൊടുക്കാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കാം. ഇനി മുതൽ മറ്റുള്ളവർക്ക് പൈസ വരുന്നു എനിക്ക് വരുന്നില്ല എന്ന ചോദ്യം നിർത്തിയതിനു ശേഷം
എനിക്ക് എങ്ങനെ ലോകത്തിന് കൂടുതൽ മൂല്യം കൊടുക്കാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അവിടെ നിങ്ങളുടെ സാമ്പത്തിക യാത്രയുടെ യഥാർത്ഥ തുടക്കം സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഈ വീഡിയോ സാമ്പത്തികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ടീച്ചർമ്മ വായിക്കും. എനിക്ക് വളരെ സന്തോഷമാണ് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കമന്റ്സ് വായിക്കുമ്പോൾ. അതൊക്കെയാണ് എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള ഊർജ്ജം തരുന്നത്. ഇപ്പൊ എല്ലാവരുടെയും നിറയിൽ കൈവച്ച് ടീച്ചർമ്മ അനുഗ്രഹിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒക്കെ നൽകി ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ടീച്ചർമ്മയുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ട്. എന്റെ മക്കളെ ടീച്ചർമ്മ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. വലത് കയ്യിൽ ജഗദീശ്വരനും ഇടത് കയ്യിൽ ടീച്ചർമ്മയും പിടിച്ചിട്ടുണ്ട്. സന്തോഷമായിട്ട് മുന്നോട്ട് പോകട്ടോ. ഈ ഭൂമിയിൽ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊന്നും ചിന്തിക്കല്ലേ. എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ടീച്ചർമാരുടെ സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. വീഡിയോസ് ഒക്കെ കണ്ട് നല്ല മിടുക്കരായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ടീച്ചർമാരെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലെ. എനിക്ക് കമന്റിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കട്ടെ. അപ്പോ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണും. അതുവരെ എന്റെ മക്കൾ നല്ല സന്തോഷമായിരിക്കണം. ടീച്ചർമാർ തന്ന ആക്ടിവിറ്റി ഒക്കെ ചെയ്യണം. ടാറ്റാ ബൈ ബൈ, ലവ് യു.